ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക. അപ്പം നമ്മൾ ഒരു വയസ്സായ കുട്ടിയുടെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 10.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യണത്. നെക്കിൻ്റെ അളവ് ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് പറയുന്നത് 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഷോൾഡർ ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ അളവ് അവിടെ ഒരു 4 ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതിനെ കുഴിച്ച് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ചെസ്റ്റ് അളവ് പറയുന്നത് 12 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെയാണ് താഴേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അളവിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒന്ന് മറിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട്, 2 വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പോലെ തന്നെ നമ്മൾ ഇനി മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ഈ കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും ഈ ബേബി ഫ്രോക്കിൻ്റെ സ്ലീവ്ലെസ്സിൻ്റെ ഷോൾഡർ യോജിപ്പിക്കുന്നതും ലൈനിങ് വെക്കുന്നതും നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഞാനിത് വീണ്ടും ആവർത്തിക്കേണ്ട പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്രോളപ്പിൻ്റെ ഇത് 12 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ലൈനിങ് തുണി ഞാൻ 10 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നെറ്റ് ആദ്യം നമ്മൾ ആ മുകളത്തെ അടിച്ച് വെച്ചല്ലോ. അപ്പം ഈ നെറ്റൊന്ന് നമ്മൾ മെഷീനിൽ പ്രില്ല് കൊടുക്കുക കേട്ടോ. പ്രില്ല് കൊടുക്കണതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു ലോങ് സ്റ്റിച്ചിലിടുക. എന്നിട്ട് ആ നൂലിൻ്റെ അവിടെയുള്ള ടൈറ്റായ ഭാഗം നന്നായി ടൈറ്റായി കൊടുത്താൽ നമുക്ക് ഇതേപോലെ കുഞ്ഞേ പ്രില്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ തുണി മെറ്റീരിയൽ കൊടുക്കണുണ്ട് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ യൂട്യൂബ് ചാനലിൽ. ആ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് പന്തളത്തുനിന്ന് വന്ന ഓർഡറാണ് കേട്ടോ. ഇത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി. നമുക്കിങ്ങനെ ദൂരത്തുനിന്ന് വീണ്ടും വരുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെല്ലാവരോടും അതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കണം കേട്ടോ. ഇങ്ങനെ വീണ്ടും ഈ ഡ്രസ്സുകളൊക്കെ നമുക്ക് ദൂരത്തുനിന്ന് തയ്ക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് 1 വയസ്സായ കുട്ടിയുടെയും 5 വയസ്സായ കുട്ടിയുടെയും ബേബി ഫ്രോക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെന്തോ പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അളവൊക്കെ കറക്റ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ പ്രില്ല് അതിൻ്റെ ചുറ്റും ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ലൈനിങ് ക്രൈപ്പിൻ്റെ തുണിയുണ്ട്, അതും ഇതേമാതിരി പ്രില്ലിട്ട് വെച്ചതാണ് കേട്ടോ. പ്രില്ലിട്ട് വെച്ചത് നിങ്ങൾ ആ പ്രില്ല് 4 വേറെ ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് കോട്ടൺ ലൈനിങ്ങും ഉള്ളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉടുപ്പ് ഫിനിഷിങ് ആക്കുന്നത്. കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ കുത്തിത്തറയ്ക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തായാലും കസ്റ്റമർക്ക് വളരെ സന്തോഷമായി. ഈ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ അളവൊക്കെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയപ്പോൾ നമുക്കതാണ് ഏറ്റവും സന്തോഷം. നമ്മൾ തയ്ച്ച തുണി നമുക്ക് അവർക്ക് കറക്റ്റ് അളവിലൊക്കെ വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ കടയിലാണെച്ചാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഇട്ട് നോക്കി പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങാനായിക്കുള്ളൂ കേട്ടോ. ഏത് ഡ്രസ്സായാലും നമ്മൾ അടുത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ആണെച്ചാൽ അത് ഇട്ട് നോക്കിയിട്ട് അവർക്ക് എന്താ കുഴപ്പം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അവരെ കയ്യിൽ ഏൽപ്പിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ആ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് ആം ഹോളിൻ്റെ അവിടെ ഒരു ചെറിയ പ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അത് ഈ പ്രില്ല് പിടിപ്പിക്കുന്നതും നമ്മൾ ഈ മെഷീനിൽ ചെയ്തില്ല അതേമാതിരി തന്നെയാണ്. അതും ജസ്റ്റ് അവിടെ ഷോൾഡറിൻ്റെ അവിടെ, കാരണം ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ആവുകൊണ്ട് നമുക്ക് അഡീഷണൽ ഒരു വർക്കുകളൊന്നും നമുക്കതിൽ കൊടുക്കാൻ പറ്റില്ല. ബീഡ്സ് ഒരു വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു നേരിട്ട് കാണുമ്പോൾ തന്നെ അതറിയുള്ളൂ. ഇങ്ങനെ ഇതൊരു ഈ ഒരു കളറാവുകൊണ്ട് അത്ര ഇതൊന്നുമില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ടാണ്, നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവും ഇങ്ങനെയൊക്കെ ഉള്ള മോഡലുകൾ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴും. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കി നോക്കും ആടോ, പ്രില്ലൊക്കെ നല്ല തിക്കായി കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ അവിടെയൊക്കെ വൈറ്റ് ബീഡ്സ് വെച്ചു കേട്ടോ. ഞാൻ ആ ഓരോ ഫ്ലവറിൽ നോക്കി സെൻറ്ററിലായിട്ടാണ് വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഡ്സ് നെക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.